ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാനായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേറെ ടൈമൊന്നും കിട്ടില്ല, അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് ഹെയർ അയൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിക്കാണ് കാണിക്കുന്നത്. പ്രോപ്പർ വേ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചാൽ കണ്ടീഷണർ ഇടാറില്ല സ്ട്രൈറ്റിങ് ചെയ്യണതിന് മുന്നിട്ട്, പെട്ടെന്ന് പോവും നമ്മുടെ ഹെയറിൽ നിന്ന്. അപ്പോൾ തലേ ദിവസം ഹെയർ ഷാമ്പൂ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത ഹെയറിൽ അയൺ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയിട്ടൊന്ന് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഇത് അത്ര നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ബ്രഷ് വെച്ചിട്ട് ഡ്രയർ വെച്ച് സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഐക്കോണിക്കിൻ്റെ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ട്രൈറ്റ്നറാണ്. നമുക്ക് സലൂണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രൈറ്റ്നറാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊരു 2-3 ദിവസം നമ്മുടെ സ്ട്രൈറ്റ് ചെയ്ത ഹെയർ അതേപോലെ തന്നെ നിൽക്കും. ആദ്യത്തെ ഒരു ദിവസം കറക്റ്റായിട്ട് നിൽക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ചെറിയൊരു വീവിനെസ് വരും. കുഴപ്പമില്ല, എന്നാലും മാനേജ് ചെയ്യാവുന്ന നല്ല അടിപൊളിയായിട്ട് ആ ഷൈനിങ് ഒന്നും പോവില്ല കേട്ടോ. പിന്നെ മറ്റുള്ള സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഈ ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നറാണ്. ഫിലിപ്സിൻ്റെ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഷൈനിങ് ആയിട്ട് തോന്നും. ഇത് വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലേസിങ് പോലെയാണ്, ഹെയർ നന്നായിട്ട് ഷൈനി ആയിട്ട് നിൽക്കും. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിലിങ്ങനെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള 2 ബട്ടണും കൂടി ഉണ്ട്. കണ്ടോ, ഇതിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇത്ര ടെമ്പറേച്ചർ. നമുക്കിങ്ങനെ ഹൈ ടെമ്പറേച്ചറിലിട്ടാൽ പെട്ടെന്ന് സ്ട്രൈറ്റ് ആവും, പക്ഷേ പെട്ടെന്ന് ഡാമേജ് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഹൈലിടാറുണ്ട് കേട്ടോ. പെട്ടെന്ന്, അതായത് നന്നായിട്ട് എക്സ്ട്രീം സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ്. നമുക്ക് അതിന് വേണ്ടി കോമ്പ് വേണം. പിന്നെ വേണ്ടത് ഡീടാങ്കിൾ ചെയ്യാനുള്ള കോമ്പ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്, എവിടെ വെച്ചൊന്നും ഒരു ഓർമ്മയില്ല. പിന്നെ ഒരു സിറം, അഫോർഡബിൾ റേഞ്ചിലുള്ള സിറമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിക്സിൻ്റെ സിറം നല്ലതാണ്. ഹെയർ സ്ട്രൈറ്റനിങ്ങിന് മുന്നേ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ ഇതുപോലെ ഏതെങ്കിലും സിറോ നമുക്ക് ഉപയോഗിക്കാം. അഫോർഡബിൾ റേഞ്ചാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഹെയറൊക്കെ ഡീടാങ്കിൾ ചെയ്തിട്ട് ആദ്യം ഈ സിറം കുറച്ചൊന്ന് 2 പമ്പ് എടുത്തിട്ട്, മാക്സിമം 3 പമ്പ് അത്രയൊക്കെ എടുത്തിട്ട് കോമ്പ് കിട്ടിയിട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള കോമ്പാണ്. നമ്മൾ തുമ്പത്തുനിന്ന് മുകളിലോട്ട് ഡീടാങ്കിൾ ചെയ്തെടുക്കുക, സിറം അപ്ലൈ ചെയ്യുക. അത് കട്ടായി പോയി വീഡിയോ എന്നിട്ടോ. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ക്ലച്ച് ക്ലിപ്പില്ലേ, അങ്ങനത്തെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലിപ്പ് ഇട്ട് വയ്ക്കുക. പിന്നെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് അടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈസിയാണ് കേട്ടോ. പിന്നെ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടിക്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കിന്നിനോട് യോജിപ്പിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കാം. അല്ല നമുക്ക് ഇത്തിരി വോളിയം തോന്നണം, ഇങ്ങനെ ഇത്തിരി പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ മുകളിലോട്ട് പിടിച്ചിട്ട് സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പക്ഷേ കുറച്ച് അധികം നേരം ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് പിടിച്ച് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന രീതിയിലാക്കുകയായിരിക്കും നല്ലത്. ഇപ്പം ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് കുട്ടി കുട്ടി സെക്ഷനായിട്ട് മാക്സിമം ഒരു 2 വട്ടമൊക്കെ സ്ട്രെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. 2 തന്നെ മതിയായിരിക്കും. അത്യാവശ്യം ടെമ്പറേച്ചറിൽ ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒറ്റ വട്ടം ചെയ്തപ്പോൾ തന്നെ ഇത്രയ്ക്കായി. പിന്നെ ഇനി നമുക്ക് ഒന്നുകൂടി അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നല്ല അങ്ങനെ ഒഴുക്കൻ പോലെ കിടക്കും. ഈ സ്ട്രൈറ്റ്നറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇത് നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്ന സെയിം സ്ട്രൈറ്റ്നറാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, വേണ്ടോ, നല്ലൊരു പ്രത്യേക ഒരു ഷൈനിങ് ആണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഹെയറൊക്കെ അയൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് മാക്സിമം ഓപ്പൺ ഹെയർ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കെട്ടി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബെൻഡ് വന്നിട്ട് പിന്നെ അഴിച്ചിടുമ്പോൾ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ഓപ്പൺ ഹെയർ ആയിട്ട് വയ്ക്കുക. പിന്നെ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ എൻ്റെ ഈ ചാനലിലേയും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലുള്ള ബ്യൂട്ടി, പേഴ്സണൽ കെയർ, ഇതുപോലെ റിവ്യൂസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ്, അതുപോലെ ഇപ്പം നമ്മുടെ കല്യാണമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് വീഡിയോസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്കിനി ബാക്കി ഞാൻ അധികം അങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വഴി കാണാം എങ്ങനെയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു.